പ്രതിപക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് വളരെ വലിയ തോതിലുള്ള തിരിച്ചടി എന്ന് മാത്രമല്ല, തകർന്നടിയുന്ന തരത്തിലോട്ട്, അക്കൗണ്ട് പോലും തുറക്കാൻ സാധിക്കാത്ത തരത്തിലോട്ട്, ഒരു സീറ്റ് പോലും ലഭിക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അവിടെ BJP വളരെ വലിയ തോതിലുള്ള വിജയം നേടിയിരിക്കുന്നു. അതായത് 39 സീറ്റുകളിൽ 38 സീറ്റുകളും BJP വിജയിച്ച് കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. കോൺഗ്രസ്സിന് 0, അതായത് അക്കൗണ്ട് തുറക്കാൻ സാധിക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത് മറ്റെവിടെയുമല്ല, അടുത്ത വർഷം വളരെ പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഏറ്റവും വലിയ സ്ഥലമായിട്ടുള്ള ഉത്തർപ്രദേശിലാണ് ഇവിടെ ഈ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി കോൺഗ്രസ്സിന് നേരിടേണ്ടി വന്നിട്ടുള്ളതും എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും വിശദമായി പറയുകയാണെങ്കിൽ, ഉത്തർപ്രദേശ് ജില്ലാ സഹകരണ ബാങ്കുകളുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് 39-ൽ 38 സീറ്റുകളും BJP സ്ഥാനാർത്ഥികൾ വലിയ തോതിൽ നേടിയിരിക്കുകയാണ്. അതായത് വിജയിച്ച് കയറിയിരിക്കുകയാണ്. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം, SP, BSP, കോൺഗ്രസ് എന്നിവയുടെ ഒരു സ്ഥാനാർത്ഥി പോലും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും നാണം കെട്ട ഒരു തോൽവിയിലേക്ക് പ്രതിപക്ഷത്തെ നയിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ. ഇതിന് പുറമേ തന്നെ ജില്ലാ സഹകരണ ബാങ്കുകളുടെ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനത്തേക്കും 33-ൽ 32 സീറ്റുകളും BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു. അതായത് BJP സ്ഥാനാർത്ഥികൾ നേടിയിരിക്കുകയാണ് 33-ൽ 32 സീറ്റുകൾ. അവിടെയും പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ഈ പറയുന്ന 2 ഇടങ്ങളിൽ, അതായത് ഉത്തർപ്രദേശിൽ തന്നെയുള്ള ജില്ലാ സഹകരണ ബാങ്കുകളുടെ ചെയർമാൻ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 39-ൽ 38 സീറ്റുകളും BJP നേടി. അവിടെയും SP, BSP, കോൺഗ്രസ്സിന് ഒരു സ്ഥാനാർത്ഥി പോലും വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയില്ല. അതോടൊപ്പം തന്നെ ജില്ലാ സഹകരണ ബാങ്കുകളുടെ ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും 33-ൽ 32 സീറ്റുകളും BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അവിടെയും പ്രതിപക്ഷ സ്ഥാനാർത്ഥികൾക്ക് ഒരു സീറ്റും നേടാൻ സാധിച്ചില്ല. നാണം കെട്ട തോൽവിയിലേക്ക് ഈ 2 ഇടങ്ങളിലും കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. ജില്ലാ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വൻ വിജയത്തിന് ശേഷം വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികളെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അഭിനന്ദിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇത് വളരെ വലിയ തോതിലുള്ള ഒരു വിജയം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉത്തർപ്രദേശ് ജില്ലാ സഹകരണ ബാങ്കുകളുടെ ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻ സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നേടിയ വൻ വിജയത്തിന് എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളെന്ന് യോഗി ആദിത്യനാഥ് പറയുകയുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസനാധിഷ്ഠിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ നയങ്ങളിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ തെളിവാണ് ഈ മഹത്തായ വിജയമെന്നും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ചെയർമാൻ, ഡെപ്യൂട്ടി ചെയർമാൻമാർക്കും ശോഭനമായ ഒരു കാലാവധി ആശംസിക്കുന്നു എന്നും യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. എന്തൊക്കെ തന്നെയായാലും ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ ഒരു നേട്ടം, അല്ലെങ്കിൽ ഈ ഒരു സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിലെത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വലിയൊരു നേട്ടം തന്നെയാണ്, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ. അതേസമയം കോൺഗ്രസ്, SP, BSPയെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ശുഭകരമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അത്രയ്ക്കും വലിയ തോതിലുള്ള ഒരു തോൽവി തന്നെയാണ് അവിടെ പ്രതിപക്ഷം ഏറ്റുവാങ്ങിയിരിക്കുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും തെരഞ്ഞെടുപ്പ് ഇനി വരാനിരിക്കുമ്പോഴത്തേക്കും എന്തെല്ലാം തരത്തിലുള്ള അട്ടിമറികളാണ് ഉത്തർപ്രദേശിൽ ഉണ്ടാവുന്നത്, ഈ പറയുന്ന തോതിൽ അവിടെ BJPക്ക് മേൽക്കൈ ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, അവിടെ ഈ പറയുന്ന പ്രതിപക്ഷം തകർന്നടിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു വിജയം BJPയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജം പകരുന്നതാണ്. അതേസമയം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഒരു നാണം കെട്ട തോൽവി എന്ന് മാത്രമല്ല, അവർക്ക് വളരെയധികം കാര്യങ്ങൾ സുഖകരമായി പോകുന്ന തരത്തിലോട്ട് എത്തത്തില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലോട്ടുള്ള ഒരു റിസൾട്ട് കൂടിയാണ് എന്നുള്ളത് വ്യക്തമാണ്.